ഏവർക്കും നമസ്കാരം. മറ്റു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ വർഷം തൊട്ട് ഒരു അനലൈസ് ചെയ്യുന്ന ഒരു രീതി വന്നിട്ടുണ്ടെന്നുള്ളത് അതിപ്പോൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളോട് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലർക്കും അറിയാൻ വയ്യാത്തൊരു സംഭവമാണ്. എത്ര പേര് എക്സാം എഴുതുന്നു, എത്ര പേര് ജയിച്ചു തോറ്റു എന്നൊക്കെ ഉള്ളത് പലർക്കും അറിയത്തില്ല. അവരവർ ജയിച്ചതും അവരവർ തോറ്റതും മാത്രമേ അറിയത്തുള്ളൂ. ഓവറോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏകദേശം എല്ലാത്തിനും ഒരു കണക്ക് വേണം. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, എഴുതിയവരുണ്ടോ +1 ഇംപ്രൂവ്മെന്റ് എഴുതിയവരുടെ എണ്ണം തന്നെ കേട്ടാൽ തന്നെ ഒത്തിരി ഉണ്ട്. 2,55,585 പേരാണ് നമ്മുടെ ഈ +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയത്. നിങ്ങൾ നോക്കിക്കേ, ഇനി പാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോഴും പാസ്സായവർ 1,45,842 പേരാണ് പാസ്സായത്. അപ്പോൾ അതൊരു ചെറിയൊരു കണക്ക് അല്ല എന്ന് പറഞ്ഞാൽ കൂടി അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എന്റെ നോട്ടത്തിൽ അത് മോശമല്ലെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും പേര് കാരണം സെക്കൻഡ് ടൈം എഴുതുന്ന എന്തായാലും ഇതല്ലേ, സെക്കൻഡ് ടൈം എഴുതുമ്പോൾ നമുക്ക് അത് അത്ര ഈസി അല്ല. ഇത്രയും പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ 57% ആണ് എഴുതിയവർ ജയിച്ചവർ. മീൻസ് 30% അതിന് മാർക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ 60 മാർക്കിൽ 18 മാർക്കോ അതിന് മേളിലോട്ട് വാങ്ങിച്ചവരുടെ എണ്ണമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ 80-ലാണെങ്കിൽ 24 തൊട്ട് മണ്ടയ്ക്കോട്ട് വാങ്ങിച്ചവർ. അപ്പോൾ അതിന് താഴെ വാങ്ങിച്ചവർ മീൻസ് ഫെയിൽ ആയുള്ളവർ 30% വാങ്ങാത്തവർ, 60 മാർക്കിൽ 18 മാർക്ക് വാങ്ങാത്തവരുടെ എണ്ണം നോക്കുമ്പോൾ 1,09,743, ഏകദേശം 43% ആണ് ഫെയിൽഡ് ആയത്. അപ്പോൾ ഇതൊരു ചെറിയ കണക്കല്ല. നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോ എഴുതിയവരുടെ മനസ്സിൽ എത്രത്തോളം എഴുതി എന്നൊക്കെയുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടി. ഇത് ഇത്ര നാളും കൃത്യമായിട്ട് ഇങ്ങനെ എത്താറില്ലായിരുന്നു. ഈ വർഷം തൊട്ട് അതും എത്തി. നല്ലത് തന്നെയാണ്. കാരണം കുട്ടികളിലോട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഡേറ്റാസും വരണം എന്നാണ് എന്റെ പക്ഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചിരിക്കും. നമ്മുടെ 22-ാം തീയതി ഏകദേശം +2 റിസൾട്ട് വരാൻ സാധ്യത. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ +2 സേ എന്ന് പറയുന്ന ലാസ്റ്റ് ചാൻസ് എക്സാം വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, പല കുട്ടികളും ഇപ്പൊ തന്നെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്ന ശേഷം തന്നെ തീരുമാനിച്ചു +2 സേയിലോട്ട് പോകുന്നത്. കാരണം +2-ന് പലരും എഴുതാത്തവരുണ്ട് ശരിയായിട്ട്. ഇപ്പൊ +1ന്റെ റിസൾട്ട് ഇപ്പോൾ വന്നപ്പോൾ, ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ തന്നെ +2 കൂടെ കൂടാത്തവർ മീൻസ് അതിലൂടെ ചേരാത്തവർ ഫെയിൽ ആവുമെന്നറിയാം. അവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ല, കാരണം നമുക്കിനി സേക്ക് കിട്ടാൻ പോകുന്നത് റിസൾട്ട് അറിഞ്ഞ ശേഷം കിട്ടുന്നത് വെറും 20 ദിവസമൊക്കെ കാണുള്ളൂ. അപ്പൊ അതിനുള്ളിൽ തന്നെ നമുക്ക് പഠിച്ചു തീർക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നേരത്തെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഫെയിൽ ആവുന്ന ഉറപ്പുള്ളവർ മാത്രം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ കരുതും. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.